ഷാനിബ്, അതാണ് എൻ ശ്രീകുമാർ ആവർത്തിച്ചു പറയുന്നത്. മുകേഷിനെ സഭയിൽ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ തടയുക? ഇവിടെ കഴിഞ്ഞ കുറേ ദിവസമായി ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങൾ താരതമ്യത്തിനില്ല, ഞങ്ങൾ നടപടി എടുത്തു എന്ന് പറയുകയും അടുത്ത നിമിഷം തന്നെ ഈ താരതമ്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ മറുപടി പറയേണ്ടി വരികയാണ്. ഈ പ്രധാന വിഷയത്തിൽ നിന്നും ഇത്രയും ക്രൂരമായ ഒരാൾ, ഒരു സൈക്കോപാത്തിനെ പോലെ, സൈക്കോപാത്ത് ക്രിമിനലിനെ പോലെ പ്രവർത്തിച്ച ഒരാളെ മാറ്റി നിർത്തുന്നു എന്ന്, വളരെ അഭിമാനത്തോടു കൂടി മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഇവർ ഈ കേസുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ കേസ് പറയണം? അപ്പോൾ നമ്മൾ എൽദോസിനെ കുറിച്ച് പറയും, അപ്പോൾ വിൻസെൻറ്റിനെ കുറിച്ച് പറയും, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാകും. അപ്പോൾ എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും കണക്കാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ കഷ്ടമാണ് എന്നാണ് എനിക്ക് ശ്രീകുമാരേട്ടനോട് പറയാനുള്ളത്. വളരെ ദയനീയമാണ് അങ്ങയുടെ പ്രതിരോധം എന്നുള്ളതാണ്. കാരണം ഇന്ന് തന്നെ ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തക ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയോട് പറയൂ ശ്രീകുമാർ. ഷാനിബ് ഒറ്റ മിനിറ്റ്. ഷാനിബും ഇപ്പം രണ്ടുപേരുടെ പേരേ പറഞ്ഞുള്ളൂ. അല്ല നോക്കൂ അരുൺ, ഡോക്ടർ അരുൺ, ഇപ്പം ഷാനിബ് തന്നെ നല്ല സുഹൃത്ത് എൻ്റെ. ഷാനിബ് ഇപ്പം രണ്ടുപേരുടെ പേരേ പറഞ്ഞുള്ളൂ. നമ്മൾ ചർച്ച ചെയ്ത തരാൻ മൂന്നാമതൊരാളുണ്ട്, ഒരു MLA, ഇടത് MLA, അദ്ദേഹത്തിൻ്റെ പേര് ഷാനിബ് പറഞ്ഞില്ല. എന്താ കാരണം? അതാ കാര്യം. അല്ല, ആ MLAക്കെതിരെ കേസുണ്ടോ ശ്രീകുമാർ? പറയാം. അല്ല, നിയമസഭയിൽ നമ്മളിപ്പോൾ ഇപ്പം പറഞ്ഞ പേരാ കൊല്ലം MLAയുടെ കാര്യമാണ് പറയുന്നത്. അല്ല, മുകേഷിൻ്റെ കാര്യം. റൈറ്റ്, ഓക്കെ, കറക്റ്റ്. ശ്യാം പറഞ്ഞു, മുകേഷിന്റെ കാര്യം പറഞ്ഞു എന്ന് എൻ്റെ ഓർമ്മ. മുകേഷ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ധാരണ. മുകേഷിന്റെ കാര്യം പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബാക്കി പേര് പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ധാരണ. അതും പറയാം, എന്താ കുഴപ്പം? ഇപ്പോൾ മുകേഷിന്റെ കാര്യം അല്ലെങ്കിൽ ഞാൻ ശ്രീകുമാരേട്ടനോട് ആവർത്തിച്ച് പറഞ്ഞു, കഴിഞ്ഞ ചർച്ചയിലും നമ്മൾ തന്നെയാണ് ഇരുന്നത്, ആവർത്തിച്ച് പറയുന്നു, മുകേഷിന്റെ കേസുമായോ എൽദോസിന്റെ കേസുമായോ വിൻസെന്റിന്റെ കേസുമായോ ഈ കേരളത്തിൽ നമ്മൾ കേട്ട ഏതെങ്കിലും ഒരു കേസുമായോ താരതമ്യത്തിന് അർഹമായ ഒരു കേസല്ല ഇത്, ഒരു വിഷയമല്ല ഇത്. ഇത് അതിക്രൂരമായ ഒരു സംഭവത്തിൻ്റെ തുടർ കഥകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പീഡന പർവ്വങ്ങളുടെ ഓരോ എപ്പിസോഡുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ ഒരു മാധ്യമപ്രവർത്തക ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയോട് സംസാരിച്ചതിന് ശേഷം, അവരൊരു വനിതയാണല്ലോ, ഒരു സ്ത്രീയാണല്ലോ, ആ സ്ത്രീ പറയുന്നത് ഈ ലോകത്തോട് ധൈര്യപൂർവ്വം വിളിച്ചു പറയാണ്, ഞാനിന്ന് അവരെ കണ്ടു, അവരോട് സംസാരിച്ചു, അവർ അനുഭവിച്ച ശാരീരിക പീഡനത്തെക്കുറിച്ച് എനിക്ക് ബോധ്യപ്പെട്ടു, അവർ അനുഭവിക്കുന്ന മാനസിക പീഡയെക്കുറിച്ച് എനിക്ക് ബോധ്യപ്പെട്ടു, അവർ ഭക്ഷണം കഴിച്ചിട്ടും അവർ ഉറങ്ങിയിട്ടും ദിവസങ്ങളോളമായി, അവർ ഒരു ഇരുട്ടുമുറിയിൽ കഴിയുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് എന്ന് ഒരു മാധ്യമ പ്രവർത്തക ഇരയാക്കപ്പെട്ട പെൺകുട്ടിയോട് സംസാരിച്ച് പുറത്ത് വന്ന് പറഞ്ഞ ദിവസം പോലും ശ്രീകുമാരേട്ടാ, അങ്ങിങ്ങനെ പറയുന്നതിൽ ഞങ്ങൾക്ക് വലിയ ദുഃഖമുണ്ടെന്നാണ് അങ്ങോട്ട് പറയാനുള്ളത്. ഇതെല്ലാം നമ്മുടെ Debate with Dr. Arun Kumar.